ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി 9ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് കയറിയ സമയത്ത് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാടെന്നില്ലെങ്കിലും വലിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം 8ാം ക്ലാസ് പഠിച്ചതുപോലെയല്ല 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. 8ാം ക്ലാസ് വരെ ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് മക്കൾ പഠിച്ചിരുന്നെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ 8th പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് 9th വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകൾ രണ്ടായിട്ട് മാറുകയാണ്. അതിൽ ഒന്നിതാ ആക്ച്വലി ഹിസ്റ്ററിയും അതുപോലെ തന്നെ രണ്ടാമത്തത് ആക്ച്വലി ജിയോഗ്രഫിയും എന്ന് പറയുന്നത് 2 ഏരിയാസിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സാമിനേഷൻ ഒരുമിച്ചിട്ട് തന്നെ ആയിരിക്കും. ഹിസ്റ്ററിയും ജിയോഗ്രഫിയും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ഇത് പല ആളുകൾക്കും ഡൗട്ട് വരുന്നതാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഹിസ്റ്ററി ജിയോഗ്രഫി നമ്മൾ 9th വരുന്ന സമയത്ത് ആ ഒരു സിലബസ് ആദ്യമായിട്ടാണല്ലോ മാറ്റം വരുന്നത്. സോ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ് 2 എക്സാം ആയിരിക്കും എന്നുള്ളത്. ഒരിക്കലുമല്ല മക്കളെ, ഈ 80 മാർക്ക് ഈ 2ൽ നിന്നും കൂടി ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കാം, എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വെക്കണം. ഇതിന് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക 8 ചാപ്റ്ററും അതുപോലെ തന്നെ ജിയോഗ്രഫിയിൽ നിന്ന് 8 ചാപ്റ്ററുമായിട്ട് ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ടായിരിക്കുക. ഈ 16 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള, അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള കോണ്ടന്റ് റിച്ച് എന്ന് തന്നെ പറയണം, അങ്ങനത്തെ ചാപ്റ്റേഴ്സുകളാണ്. പക്ഷെ അത് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അതിനൊന്നും മക്കൾ ഒരു വറീഡും ആവേണ്ട ആവശ്യമില്ല, നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ ഞാൻ ആ ചാപ്റ്റേഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യം പറയാം. ഞാൻ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ജിയോഗ്രഫി ആയതുകൊണ്ട് തന്നെ ജിയോഗ്രഫിയുടെ കാര്യത്തിൽ ശരിക്കും ജിയോഗ്രഫിയിൽ തന്നെ 3 എക്കണോമിക്സിന്റെ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ 5 ജിയോഗ്രഫിയുടെ ചാപ്റ്റേഴ്സും ഉണ്ട്. ജിയോഗ്രഫിയിൽ ആകെ 8 ചാപ്റ്ററുള്ളത്. ഈ 8 ചാപ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 3 എക്കണോമിക്സ് ചാപ്റ്റേഴ്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം, നമ്മളെ ഫിനാൻസിനെ കുറിച്ചിട്ട്, സമ്പത്തിനെ കുറിച്ചിട്ട്, ബാങ്കിനെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള പണപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സുകൾ ആക്ച്വലി നമുക്ക് അവിടെ കാണാൻ പറ്റും. 3 ചാപ്റ്റേഴ്സ്. അതേസമയം ജിയോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഭൂമിയാവാം, എർത്ത് എന്ന് വെച്ചാൽ മനുഷ്യനെ കുറിച്ച്, എർത്തിനെ കുറിച്ച്, ഭൂമിയെ കുറിച്ചിട്ടാവും, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യനെ കുറിച്ചിട്ടാവും. അങ്ങനെയുള്ള 5 നമ്മളെ ആക്ച്വലി നമ്മൾ എന്താണ് നമ്മളെ റിസോഴ്സുകളെ കുറിച്ചിട്ട് വരുന്ന അല്ലെ എർത്തിനെ കുറിച്ച് വരുന്ന 5 ചാപ്റ്റേഴ്സുകളുമായിട്ടാണ് ആക്ച്വലി നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ 8 ചാപ്റ്റേഴ്സുകൾ നമുക്ക് വരുന്നത്. ഈ 8 ചാപ്റ്റേഴ്സുകൾ നമ്മുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 8 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ദ എക്സ്പാൻസീവ് പ്ലെയിൻ, പ്ലാറ്റ്യൂസ് ഫോർ ദ എർത്ത്, ഹിസ്റ്ററി ഓഫ് ദ സ്ലംപേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഫോർ ദ നാഷണൽ ഡെവലപ്മെന്റ്, ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്, പ്രൈസ് ആൻഡ് മാർക്കറ്റ് ത്രൂ ദ സാനിറ്റി ആൻഡ് എക്സ്പാൻസ് അലോങ് ദ കോസ്റ്റ് എന്ന് പറയുന്ന മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നെറുകി വിശാല സമതല ഭൂമിയിൽ ഭൗമചരിത്രപീഠമുന്ന പീഠഭൂമിയും മാനവവിശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സാമ്പത്തിക ഘടന വിവിധ മേഖലകളിലൂടെ വിലയും വിപണിയും മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന 8 ചാപ്റ്റേഴ്സ് ആണ്. ഈ 8 ചാപ്റ്റേഴ്സിൽ ബേബി ഈ പ്രാവശ്യം പറയപ്പെടുന്നുണ്ട് നമ്മളെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഉണ്ടാവുമെന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഡയലോഗുകൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം എക്സാമിനേഷനിലേക്ക് തന്നെയാണ്. ഫസ്റ്റ് ടൈം എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ പഠിക്കണമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ പഠിക്കേണ്ടത് 1ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 2ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 3ാമത്തെ ചാപ്റ്റർ പഠിക്കണ്ട ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ. പകരം നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കണം. ഇത് ശരിക്കും 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അഥവാ 3ാമത്തെ ചാപ്റ്റർ എന്തെയില്ല ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഉണ്ടാവില്ല, അത് സെക്കൻഡ് ടൈം എക്സാമിനേഷനിലേക്കാണ് വരാറുള്ളത്. 1, 2, 4 എന്ന ഓർഡറിൽ നമ്മുടെ ഹിസ്റ്ററിയുടെ കാര്യത്തിലും സെയിം തന്നെ കേട്ടോ. 1, 2, 4 എന്ന ഓർഡറിൽ തന്നെയാണ് ഹിസ്റ്ററിയുടെ കാര്യത്തിലും വരാറുള്ളത്. അത് 1ാമത്തെ ചാപ്റ്ററിനും 2ാമത്തെ ചാപ്റ്ററിനും ഡീറ്റെയിൽ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേസമയം 3ാമത്തെ ചാപ്റ്റർ തന്നെ അത്ര ഡീറ്റെയിൽഡ് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന്റെ പകുതി ഭാഗം, ആ ഒരു പകുതി വരെയൊക്കെയാണ് നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാറുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ 1, 2, 4 ചാപ്റ്റേഴ്സുകളാണ് എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ശരിക്കും ഈ ചാപ്റ്റേഴ്സുകൾ പഠിക്കപ്പോൾ ഞാൻ ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് ആദ്യം വരാമല്ലോ. ജിയോഗ്രഫിയുടെ ഭാഗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിയോഗ്രഫി പഠിക്കാൻ ഏറ്റവും ഈസിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, ടൂർ പോകാൻ ഇഷ്ടമാണെന്നുള്ള ആലോചിച്ചത്. നമ്മുടെ ടൂർ പോകാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രാജ്യം ട്രാവൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേത് രാജ്യമാണ്? നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത്. ഈ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം വെറൈറ്റീസ് നടന്നിട്ട് ഒരു രാജ്യം ലോകത്ത് വേറെ ഏതുമില്ല. ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മഞ്ഞിന് മഞ്ഞ്, മണലിന് മണല്, മരുഭൂമിക്ക് മരുഭൂമി, തീരത്തിന് തീരപ്രദേശം, അതുപോലെ തന്നെ നമ്മുടെ കടലിന് കടല്, ദ്വീപുകൾക്ക് ദ്വീപുകൾ, ഐലൻഡുകൾക്ക് ഐലൻഡുകൾ, അങ്ങനെ എല്ലാം കൊണ്ട് ഫുൾ വെറൈറ്റിയാ. ഇത്രത്തോളം വെറൈറ്റി ഉള്ള മറ്റൊരു രാജ്യമല്ല.
അപ്പോൾ ആ ഇന്ത്യയിലൂടെ നമ്മൾ ശരിക്കും ട്രാവൽ ചെയ്യാം. മറ്റു പുറത്തേക്ക് ഒന്നും പോകുന്നില്ല നമ്മുടെ ചാപ്റ്റേഴ്സുകളിൽ. ഇന്ത്യയിലൂടെ മൊത്തമായിട്ട് എന്താണ് ട്രാവൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിതാ ഒരു ഇന്ത്യയുടെ മാപ്പ് എടുക്കാം. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് എന്റെ മക്കൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം എന്നല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കാൻ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല എന്നാണ്. അവിടെയാണ് ഹിമാലയം വരുന്നത്, കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ വരുന്ന. നമ്മുടെ ലഡാക്കൊക്കെ എന്റെ മക്കൾക്ക് അറിയാമായിരിക്കും. കാശ്മീർ വരുന്ന, എവറസ്റ്റ് വരുന്ന, മൗണ്ട് കേറ്റ് വരുന്ന, വലിയ മലകൾ നിറഞ്ഞിട്ടുള്ള, മഞ്ഞ് നിറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുക. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ നെറുകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏതാണോ. ഇതിൽ ഈ മലകളെ കുറിച്ചിട്ട്, മൗണ്ടൻസിനെ കുറിച്ചിട്ട്, ഹിമാലയാസിനെ കുറിച്ചിട്ട് ഒക്കെയാണ് പഠിക്കുന്നത്. മല കയറുന്ന സമയത്തുള്ള അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഏതൊക്കെയാണ് മൗണ്ടൻസുകൾ ഏതൊക്കെയാണ് ഉണ്ടാവുക, അവിടുത്തെ നദികൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ, അവിടുത്തെ മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത്. അവിടെ ടൂർ പോകുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും വേണ്ടി ഒന്നും ടൂർ പോകാൻ പറ്റില്ല. അവിടെ ഞാൻ നമ്മൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ടൂർ പോകാറുള്ളത്. ഒന്ന് അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മല കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂർ പോകാറുണ്ട്. അല്ലാതെ റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂർ പോകാറുണ്ട്. അതുമെല്ലാം തന്നെയാണെങ്കിൽ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ട് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് കൈലാസത്തിലേക്കും മാനസരോവറിലേക്കും ഹേമാഹുണ്ടിങ് സാഹിബിലേക്കും എല്ലാം ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൂർ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ കേൾക്കാൻ ഇഷ്ടമാണോ? നമ്മൾ ടൂർ പോകുന്ന സ്ഥലത്തെ കുറിച്ചെല്ലാം കേൾക്കാൻ ഇഷ്ടമാണോ? സോ അതാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. then അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയില്ല നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ഒരുമിച്ച് തിങ്ങിപ്പാർക്കുന്ന, ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന, അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള കൃഷി നടക്കുന്ന സ്ഥലമാണ്. പഞ്ചാബിലൂടെ എല്ലാം നമുക്ക് യാത്ര ചെയ്തുകൊണ്ട്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലും ഹരിയാനയിലൂടെ എല്ലാം യാത്ര ചെയ്തുകൊണ്ട് പോകാനുള്ള അവിടുത്തെ കൃഷികളെ കുറിച്ചിട്ടും അവിടുത്തെ കൃഷിയുടെ വെറൈറ്റീസിനെ കുറിച്ചും എല്ലാം പറയുന്ന ആ ചാപ്റ്റർ ശരിക്കും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്നാണ് ഇന്ത്യ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, വിശാല സമതല ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ. then അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പുറത്തേക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മരുഭൂമിയെ കുറിച്ചിട്ട്. ഇന്ത്യയിൽ ആകെ ഒരു മരുഭൂമിയേ ഉള്ളൂ, താർ മരുഭൂമി എന്ന് പറയും. രാജസ്ഥാനിലാണ് കിടക്കുന്നത്. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത്. ആ താർ മരുഭൂമി എന്തുകൊണ്ട് ഉണ്ടായി അത് നമ്മൾ അറിയണ്ടേ? എന്തുകൊണ്ടാണ് താർ മരുഭൂമി മാത്രം ഇന്ത്യയിൽ എന്താണ് ആ ഒരു ഭാഗത്ത് കുഞ്ഞു കഷ്ടം മാത്രം മരുഭൂമിയായി മാറിയത്? ബാക്കിയുള്ള ഒരു സ്ഥലത്തും എന്തുകൊണ്ട് മരുഭൂമി ഉണ്ടായില്ല? അത് നമ്മൾ അറിയണ്ടേ? അതിനൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ആ മരുഭൂമിയെ കുറിച്ചിട്ടും അവിടുത്തെ ഒട്ടകത്തെ കുറിച്ചും അതിനെ ഒട്ടകത്തിൽ യാത്ര, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുഴുവൻ പറയുന്നില്ല. കാരണം ചാപ്റ്റേഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഒരുപാട് രസങ്ങൾ അവിടെ പറയാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പെനിൻസുലാസ് പ്ലാറ്റു ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഇതിൽ ഏറ്റവും എക്സ്പാൻസീവ് ആയിട്ടുള്ള വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പെനിൻസുലാസ് പ്ലാറ്റു എന്ന് പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ. ഈ ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 സ്ഥലങ്ങളിൽ, ഈ 2 സൈഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തീരങ്ങൾ കാണാൻ പറ്റും, കോസ്റ്റൽ പ്ലെയിൻ കാണാൻ പറ്റും. ഇപ്പൊ കേരളം നമുക്ക് കോസ്റ്റൽ പ്ലെയിൻ തീരസമതലമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ തീരസമുദ്രത്തിലുള്ള മനുഷ്യന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കും? തീരത്ത് മനുഷ്യന്മാർ എങ്ങനെയൊക്കെ താമസിക്കാറുള്ളത്? അവിടെ പ്രധാനപ്പെട്ട ജീവിക്കാൻ അവര് ജോലികൾ എന്തൊക്കെയായിരിക്കും? ഫിഷിങ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥയ്ക്ക് വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, ഐലൻഡ്സുകൾ, ദ്വീപുകൾ. 2 ദ്വീപുകളാണ് ഇന്ത്യക്കുള്ളത്. ഏതൊക്കെ 2 ദ്വീപുകൾ? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാസും. ഈ ലക്ഷദ്വീപിനെയും ആൻഡമാൻ നിക്കോബാസിനെയും കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഇതും കൂടെ പറയുന്നതോട് കൂടി ഏകദേശം ജോഗ്രഫി കഴിഞ്ഞൂടാ. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഏകദേശം ജോഗ്രഫി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളാണ് എന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്ത്യയെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തരംതിരിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓരോ ടോപ്പിക്കുകൾ, ഓരോ കൃത്യമായിട്ടുള്ള ഏരിയാസിലേക്ക് കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന സാധനമാണ് 8ാം ക്ലാസ് വരെ ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരു വാക്ക് കാണും, മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ, മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച പോലെ എന്നുള്ളത്. നമ്മളാണെങ്കിൽ ഒരു കാര്യം 8ാം ക്ലാസ് വരെ ചിലപ്പോൾ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി 9ാം ക്ലാസ്സിൽ നന്നാവാം എന്നൊക്കെ തീരുമാനിച്ച മക്കളായിരിക്കും. മക്കളെ നിങ്ങൾ നന്നാവാം എന്ന് തീരുമാനിച്ച മക്കളാണെന്നുണ്ടെങ്കിലും, നന്നായിട്ട് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സൈലത്തിന്റെ കൂടെ കൂടിക്കോ. ഞങ്ങൾ ഉറപ്പ് തരാം നിങ്ങൾക്ക്, ഞങ്ങളുടെ ഉറപ്പാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടിക്കോ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ 100% നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. ഇവിടെ സൈലത്തിന്റെ നിഞ്ചാ ബാച്ചൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് അഡ്മിഷൻ ഒക്കെ ലാസ്റ്റ് സെഗ്മെന്റിൽ നിഞ്ചാ ബാച്ച് കിടക്കുന്നത്. ഏറ്റവും അവസാനത്തെ കുറച്ച് സീറ്റും കൂടി അവിടെ വരുന്നുള്ളൂ. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും സൈലത്തിന്റെ അഡ്മിഷൻ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഒരാൾ പോലും മിസ്സാക്കരുത്. നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു, ജിയോഗ്രഫി നമ്മൾ എടുക്കുന്നത് ശരിക്കും ജിയോഗ്രഫി ക്ലാസ് പോലെ ആവണ്ട എന്നുള്ളതാണ്. നമുക്ക് യാത്ര ചെയ്യണം ഇന്ത്യ മുഴുവനായിട്ട്. ഈ 9ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പേ ഇന്ത്യ മുഴുവൻ ഒരു എക്സ്പ്ലോർ ചെയ്ത ഒരു ഫീല് നിങ്ങൾക്ക് വേണം. ഇന്ത്യ മുഴുവനും ട്രാവൽ ചെയ്തൊരു വൈബ് നിങ്ങൾക്ക് വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 9th ജിയോഗ്രഫി പഠിച്ചോ.
അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9th ജോഗ്രഫി ഈസി ആയിരിക്കും. അല്ലാതെ നമ്മൾ പണ്ട് മുതലേ കേട്ട് പരിചയമുണ്ടല്ലോ, ഇന്ന സബ്ജക്ട് ടഫാ എന്ന് കേട്ടുകാണ്ട് നമ്മൾ നേരെ ക്ലാസ് റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ഉറങ്ങിയിട്ടായിരിക്കും മനസ്സിലാവാത്തത്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, ആ ടഫാന്നുള്ളത് പണ്ടേ സാറ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യമേ ജോഗ്രഫിയുടെ കാര്യത്ത് പറഞ്ഞു, ജോഗ്രഫി ഈസിയാണ്. എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ടൂറ് പോകാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. ടൂറ് പോകാൻ എൻ്റെ കൂടെ റെഡിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ജോഗ്രഫി പഠിക്കാൻ തയ്യാറാണോ എന്നുള്ളതല്ല. സോ നമുക്ക് എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് അവിടെ പഠിക്കാം കേട്ടോ.